ഖുർആൻ ഓതാത്ത ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. സ്വലാത്ത് ചൊല്ലാത്ത ഒരു ദിവസം ഉണ്ടാകരുത്. നമ്മുടെ വീട് അള്ളാഹു റബ്ബി, പഴയ കാലത്തെ വീട് ചെറുതാണ്. ആ വീട്ടിൽ ഉമ്മ ഒരു റൂമിൽ ഉമ്മ ഇദാ വഖഅത്തിൽ വാഖിഅ ഓതാൻ, ഇപ്പുറത്തെ റൂമിൽ മകള് തബാറക് ഓതാൻ, ഇപ്പുറത്തെ റൂമിൽ മരുവോള് യാസീൻ ഓതാൻ, പുറത്ത് വാപ്പ അങ്ങനെ ഇരുന്നിട്ട് വാപ്പ അങ്ങനെ അങ്ങനെ അകത്തും പുറത്തും ഒക്കെ നമ്മുടെ വീട്ടിലേക്ക് പിശാചിന് പ്രവേശനമില്ല. അത്രയധികം റെഡിയായിരുന്നു. ഇന്നോ അന്ന് വീട് നിറച്ച ആളാ, വീട് ചെറുതാണ്, ആള് കൂടുതലാണ്. ഇന്ന് നമുക്ക് വീട് വലുതാണ്, ആളോ ആൾക്കാരെ വലിയ വീട്ടില് കള്ളന്മാർ പോയില്ലേ, 1.5 ചെരുപ്പുള്ളൂ അവിടെ ആകെ. കള്ളന്മാരൊന്നും ഇപ്പം വന്നോടുമ്പോ കട്ടെടുത്ത് സാധനം എടുത്ത് പോണില്ലല്ലോ. പിന്നെ കള്ളന്മാർ റൂം കയറി AC ഓണാക്കി ഫ്രിഡ്ജിൽ വല്ലതും ഉണ്ടോ നോക്കി അതൊക്കെ എടുത്തുങ്ങാടൊക്കെ റെഡിയാക്കിയൊക്കെ കള്ളന്മാർ നാളൊരു പേര് നിങ്ങൾ പത്രത്തിൽ വാർത്ത കണ്ടില്ലേ, കൊണ്ടുപോകാനുള്ള സാധനമൊക്കെ എടുത്തു വെച്ച് AC ഒക്കെ ഓണാക്കി ഒരു ഗ്ലാസ് ജ്യൂസൊക്കെ ഇതെടുത്ത് കുടിച്ച് അപ്പോൾ ഒരു ഉറക്കന്ന് ചെറുങ്ങനെ എന്നാണ് വിശ്രമിച്ച് പെരക്കാർ ഉണർന്നു നോക്കുമ്പോൾ കൊണ്ടുപോകാനുള്ള സാധനമൊക്കെ വെച്ച് ഇവർ സുഖമായിട്ട് ഉറങ്ങാണ്. അല്ലെങ്കിൽ കള്ളന്മാരൊന്നും ഇപ്പൊ പണ്ടത്തെ മാതിരിയല്ല. കാരണം വീട് വലുതാണ്, ആള് കുറവാന്നുള്ളത് ഓർക്കും അറിയാം. അപ്പോ ഇന്ന് നമ്മുടെ വീട്ടിന്റെ അകത്തളങ്ങളിൽ പിശാചിന് വിശ്രമിക്കാൻ സ്ഥലം കൂടി വരികയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദിവസവും വീട്ടിൽ ഖുർആൻ ഓതണം, ദിവസവും സ്വലാത്ത് ചൊല്ലണം. സഹോദരിമാരൊക്കെ പ്രത്യേകിച്ച് ഓർക്കണം, നിങ്ങളാണ് വീടിന്റെ കാവൽക്കാർ. ഞങ്ങൾ ആണുങ്ങളൊക്കെ പല വഴിക്കും സഞ്ചരിക്കുന്നവരാണ്. വീട്ടിൽ ഉമ്മ, വീട്ടിൽ മോള്, വീട്ടിൽ മരുമകള്, നിങ്ങളൊക്കെ മഗ്‌രിബ് നിസ്കരിച്ച് സുബഹി നിസ്കരിച്ച് അതുപോലെ നിസ്കാരങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ട് വീട്ടിൽ ഖുർആൻ ഓതണം. ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ പിശാച് അതിന്റെ പരിസരത്ത് നിൽക്കുകയില്ല. നമ്മുടെ വീടുകളൊക്കെ മലക്കുകൾ വരുന്ന വീടാക്കണം. റബീഉൽ അവ്വൽ വരുമ്പോൾ മൗലിദ് ഓതാൻ ഉസ്താദുമാരൊക്കെ വിളിച്ചിട്ട് കഴിക്കാൻ പറ്റുമോ? എന്നാ പോലൊക്കെ കൂട്ടി കഴിച്ച ഇല്ലേ? നമ്മൾ ഒറ്റക്കാണ്ട് ഓതാ, ഉമ്മയും മക്കളും ഇരിക്കുക. എന്നിട്ട് ബാക്കി മൗലൂദൊന്നും ഓതാൻ കിട്ടൂലെങ്കിൽ നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന മൗലൂദ് ഉണ്ടല്ലോ, യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. മുത്തനബിന്റെ വലിയ മദ്ഹാണ്, അതോടൊപ്പം സ്വലാത്താണ്. ഉമ്മയും മക്കളും ഇരുന്നിട്ട് ഒരു 100 വട്ടം ചൊല്ലിയിട്ടാണ് ദ്വാരക്ക റബീഉൽ അവ്വൽ 30 ദിവസം. അല്ല നിങ്ങൾക്ക് കഴിവുണ്ടോ എന്നാ കോളേജിൽ വരിക, ഉസ്താദന്മാരെയും കുട്ടികളൊക്കെ കൂട്ടിയിട്ട് ഒരു മൗലൂദിന്. എന്താ അങ്ങനെ പോയല്ലേ? അങ്ങനെ പോയാൽ എന്ത് വേണം? നല്ല നെയ്ച്ചോറും ബിരിയാണി ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് വാത്താമഹും വാക്കറമഹും രണ്ടും നടക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ സാധിക്കുന്ന ആൾക്കാർ അങ്ങനെ കഴിച്ചും. യാ റബ്ബ് യാ റബ്ബ്. ഞാനിപ്പോ നമ്മളെ നിലമ്പൂര് മജ്മഅ സ്ഥാപനമുണ്ട്. നമ്മളെ സ്ഥാപനത്തിന്റെ പരിസരത്ത് ഇങ്ങനെ പിന്നെ സാധുക്കളായ ആൾക്കാർ, ഞാൻ എൻ്റെ സ്ഥാപനത്തെ പഠിക്കുന്ന കുട്ടികളെ 3 കുട്ടികളെ ഒരു ഗ്രൂപ്പാക്കി, 3 അങ്ങനെ ഒരു 10-40 ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ആ പരിസരത്തുള്ള സാധുക്കളെ പെരിയിലൊക്കെ റബീഉൽ അവ്വൽ പോയി മൗലൂദ് ഓതുക. അവിടെ പോയി ഓതി ഓലെന്താ തന്നതെന്ന് വെച്ചാൽ കുടിച്ചു പോരുക. ഒന്ന് കിട്ടിയാലും അൽഹംദുലില്ലാ, കിട്ടിയിട്ടില്ലെങ്കിലും അൽഹംദുലില്ലാ. പണ്ട് മമ്പർത്തുണ്ട് ഒരാൾ, ഒരു വയസ്സായ ആൾ പണ്ട് മമ്പർത്തുണ്ട്. അയാൾ അസർ നിസ്കരിക്കാൻ മമ്പർത്തെത്തും. അസർ നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കും. ഒരു വീട്ടിൻ്റെ മുറ്റത്ത് ചെന്നുങ്ങാണ്ട് മൂപ്പര് 3 സലാത്ത് ചെല്ലും. മമ്പർത്തി ചെല്ലുന്ന സലാത്തുണ്ടല്ലോ, ആ സലാത്ത് 3 ചെല്ലും. അപ്പോഴൊക്കെ പെരക്കാരെങ്കിലും വന്നെന്തെങ്കിലും കൊടുക്കും, അൽഹംദുലില്ലാ. ഇനി ഒന്നും കൊടുത്തില്ലേ എന്നാലും അൽഹംദുലില്ലാ. അതാ അങ്ങനെയുണ്ട്. അപ്പൊ നമ്മള് കിട്ടലും കിട്ടാതിരിക്കലും ഒന്നല്ല. അപ്പൊ പരിസരത്തുള്ള എല്ലാവരും നമ്മുടെയൊക്കെ വീടുകളിൽ റബീഉൽ അവ്വലിൽ മൗലിദിന്റെ ഈരടികൾ ഇങ്ങനെ അല്ലാഹു റബ്ബി മുത്തുനബിന്റെ മുഹിബ്ബീങ്ങളാകാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. ഞാൻ നിർത്തി. സ്വാഹാ റസൂലുള്ളാഹി. അപ്പൊ നമ്മൾ സിറാത്ത് പാലം ആണ്ട് അക്കരക്ക് കടക്കാൻ ആ പാലത്തുമ്മക്കാണ് കേറുമ്പോ ഒരു ബേജാറ് കൂടാതെ കഴിയൂല ആർക്കും. കൈവരികളില്ലാത്ത ആ പാലത്തുമ്മ ഒന്നും കേട്ട് ഞെട്ടിയിട്ട് ആ പാലത്തുമ്മ നിൽക്കുമ്പോ പേടിക്കണ്ട. 2 ആള് നമ്മളെ, ഒന്ന് വലഭാഗത്തും ഒന്ന് ഇടഭാഗത്തും. സിറാത്ത് പാലം നമ്മളെ വേഗത്തിലാണ് അക്കരെ കടത്താൻ. 2 ആള് വരും. ഒന്ന് നമ്മൾ ഓതിയ ഖുർആനാണ്, ഒന്ന് നമ്മൾ ചൊല്ലിയ സ്വലാത്താണ്. സ്വലാത്ത് പതിവാക്കിക്കോ, ഖുർആൻ ഓത്ത് പതിവാക്കിക്കോ. സിറാത്ത് പാലത്തുമ്മൽ ബേജാറില്ലാതെ അക്കരെ കടക്കാൻ സ്വലാത്തിന്റെയും ഖുർആന്റെയും ബർക്കത്ത് കൊണ്ട് അവരെ സംരക്ഷണത്തിൽ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്.